പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ജൂലൈ 8 ബുധനാഴ്ച. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാണ്. കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഞാൻ മക്കളെ ആശീർവദിക്കുന്നു. അങ്ങയുടെ മക്കൾ ഇന്ന് യാത്ര ചെയ്യുന്ന ഓരോ ഇടങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ മക്കൾ ഇന്ന് കണ്ടുമുട്ടുന്ന ഇടങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ മക്കൾ ഇന്ന് കണ്ടുമുട്ടുന്ന വിഷയങ്ങൾ, സംസാരിക്കാൻ പോകുന്ന വിഷയങ്ങൾ, ആ സംസാരിക്കാൻ പോകുന്ന വിഷയങ്ങൾക്ക് ഒരു തീരുമാനം കിട്ടാൻ വേണ്ടി കർത്താവേ, ഈ പ്രാർത്ഥന കൊണ്ട് ജീവിക്കുന്ന അനേകം മക്കളുണ്ട്. ഈ പ്രാർത്ഥന കൊണ്ട് തങ്ങളുടെ ജീവിതം തുടങ്ങുന്ന മക്കളുണ്ട്. ഉറക്കത്തിലേക്ക് പോകുമ്പോൾ ഉടമ്പടി പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് അവസാനിപ്പിക്കുന്ന ജീവിതം സമാപിക്കുന്നവരുണ്ട്. അപ്പം അങ്ങനെ ഓരോ ദിവസത്തെ ജീവിതവും അങ്ങനെ എല്ലാം
ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. കർത്താവേ, ഈശോയെ, ഏത് വിഷയത്തിന് വേണ്ടിയാണ് ഏത് കുടുംബം ഇപ്പോഴ് നിരാലംബമായിരിക്കുന്നത്, തങ്ങളെ രക്ഷിക്കാനോ സഹായിക്കാനോ ഈ സമയത്ത് ആരുമില്ലല്ലോ എന്ന് ഓർത്ത് വിഷമിക്കുന്നവരുണ്ട്. മക്കളെല്ലാം വിദേശ രാജ്യങ്ങളിലും ബന്ധപ്പെട്ടവർ വിദേശ രാജ്യങ്ങളിൽ രോഗികളായി കിടന്നിട്ട് നാട്ടിലുള്ളവർ അവരോർത്ത് കൈയും കാലോട്ട് അടിക്കണ പോലെ വിഷമിക്കുന്നവരുണ്ട്. അവരെയെല്ലാം അമ്മേ, സഞ്ചാരി മാതാവേ, സമയത്തിൻ്റെ അധികാരി, ഈ ഒറ്റ പ്രാർത്ഥന കൊണ്ട് ഞങ്ങളുടെ കൺമുൻപിൽ നിന്ന് മറഞ്ഞ് അന്യരാജ്യങ്ങളിൽ വേദനപ്പെടുന്ന ഞങ്ങളുടെ ബന്ധുക്കളെ നീ സ്പർശിക്കണം. കൂട്ടുകാരെ, ഞങ്ങളുടെ പ്രാർത്ഥന ആവശ്യപ്പെട്ടുള്ളവരെ നീ സ്പർശിക്കണം. കർത്താവേ, ഇപ്പോൾ പ്രാർത്ഥിക്കുന്നത് ജീവിതമാർഗങ്ങൾ പല മേഖലകളിൽ ജീവിതം ആരംഭിക്കുന്നുണ്ട്. കട, കമ്പോളങ്ങൾ, ഏജൻസികൾ, കന്നുകാലി വളർത്തലുകൾ, ഇങ്ങനെ ജോലികൾ, കമ്പനി നടത്തുന്നവർ, ഇങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടി ഓരോ വരുമാന മാർഗം കണ്ടെത്തിയിരിക്കുന്നവർക്ക് അത് നഷ്ടപ്പെടാൻ ഇരിക്കാൻ വേണ്ടി കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. അമ്മേ, പരിശുദ്ധമ്മേ, ദേവമാതാവേ, ആരെല്ലാം ഇപ്പോൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിച്ച് ഈ പ്രാർത്ഥനയോട് ചേരുന്നുണ്ടോ, ആരെല്ലാം ഈ പ്രാർത്ഥനയിൽ ആശ്രയിക്കുന്നുണ്ടോ, അവരെ എല്ലാം നീ ആശീർവദിക്കണം. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവത്തിൻ്റെ ശക്തിയാൽ ഈ ദിവസം കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യട്ടെ. നമ്മൾ ഇന്നലെ ഇടയ്ക്ക് ഒന്ന് പറഞ്ഞു നിർത്തി ഡീവിയേറ്റ്, പരിശുദ്ധാത്മാവ് ഡീവിയേറ്റ് ചെയ്ത് കൊണ്ടുപോയിട്ട് വേറൊരു സബ്ജക്റ്റ് ഇല്ലായിരുന്നു. ഇപ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ ഡൊമിനിക്കിൻ്റെ സാക്ഷ്യം. ഇപ്പോൾ ഡൊമിനിക്കിന് നല്ല കാലത്ത് ഉടമ്പടിയെടുത്ത ആളാണ്. അങ്ങനെ ഞാൻ ആ സാക്ഷിയാണ് ആദ്യം കേൾക്കുന്നത്. ഞങ്ങളുടെ നല്ല കാലത്താണ് ഞങ്ങൾ ഉടമ്പടി എടുത്തതെന്ന്. അപ്പം പക്ഷേ ഞങ്ങൾ ഉടമ്പടി എടുക്കാൻ വേണ്ടി ഇവിടെ വന്നില്ലേ, വീട്ടിലിരുന്ന് തീരുമാനിച്ചു എന്തിനാ ഉടമ്പടി എടുക്കണമെന്ന്. അവർക്ക് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഇവിടെ വന്നപ്പോൾ അമ്മ പറഞ്ഞ് ദുരന്തം ഉണ്ടാകാൻ കൊണ്ട് പ്രാർത്ഥിക്കണമെന്ന്. അതാണ്. അപ്പം ഇവിടെ വീട്ടിൽ വെച്ച് പറഞ്ഞില്ലത്. വീട്ടിലൊന്നുമില്ല. അമ്മയെ പോയി കുറച്ചുകൂടി കൊള്ളാവുന്ന സ്പിരിച്വൽ ലൈഫ് ചിട്ടയായിട്ട് പോകണമെന്ന് കണ്ടപ്പോഴാണ് ഈ ജീസസ് യൂത്ത് ഫുൾ ടൈമറായിട്ടുള്ള ആൾക്കാർ ഉടമ്പടി എടുക്കാൻ തീരുമാനിക്കണത്. അവിടെ ലൈഫ് ഇത് ഓക്കെയാണ് ശരിക്കും. അപ്പം അവർക്ക് പക്ഷേ അവർ ഉടമ്പടി എന്നുള്ള ഈ സംഭവം കേട്ടപ്പോൾ അവർക്ക് മനസ്സിലായി ഉടമ്പടി എടുത്താൽ ലൈഫ് കുറച്ചുകൂടി ചിട്ടയാകും. പിന്നെ മണ്ടേറ്ററി ആയിട്ട് കുറേ അധികം കാര്യങ്ങൾ നമ്മൾ ഓപ്ഷണലായും പേഴ്സണലുമായിട്ടല്ലാതെ മണ്ടേറ്ററി ആയിട്ട് നമുക്ക് ചെയ്തേ പറ്റത്തുള്ളാത്ത രീതിയിൽ നമ്മളെ ശരിക്കും ഉടമ്പടി ബൂസ്റ്റ് ചെയ്യുമെന്ന് മനസ്സിലായപ്പോഴാണ് ഉടമ്പടി എടുത്ത് നമുക്ക് ആ ഉടമ്പടി വളരാമെന്ന് പറഞ്ഞുകൊണ്ട് ഇവർ വരണത് ഇവിടെ. പക്ഷേ ഇവർ ഭാര്യയും ഭർത്താവും കൊച്ചും കൂടി വന്ന് കൃപാസനത്തിനകത്ത് ചവിട്ടിയപ്പോൾ അമ്മ പറഞ്ഞു ദുരന്തമുണ്ടാകാൻ പോകുന്നു, പ്രാർത്ഥിക്കണം. ഇവർ ഐസായിപ്പോയി. അപ്പോൾ പറഞ്ഞത് ഇത് അമ്മ അന്ന് അച്ഛനോട് പറഞ്ഞ കാര്യമാണല്ലോ ഇപ്പം ഞങ്ങളോട് പറയണമെന്ന്. ദൈവമേ, എന്ത് ദുരന്തമായിരിക്കും, എന്ത് ദുരന്തം അമ്മ ഉണ്ടാകുമല്ല എന്ന് പറഞ്ഞാൽ അവർ ഉടമ്പടി എടുത്ത് ഒരു മാസം കഴിഞ്ഞപ്പോൾ ഈ റോമിക എന്ന് പറയുന്ന മകളില്ലേ, അവളെന്നെന്തോ 10ാം ക്ലാസ്സിലെ മറ്റേ പഠിക്കുകയായിരുന്നു. അവൾ പെട്ടെന്ന് ബ്ലാങ്കായിപ്പോയി. അവൾക്ക് പരീക്ഷ എഴുതാൻ പറ്റണില്ല. ആ റോമിക അതിനെക്കുറിച്ച് റോമിക സാക്ഷ്യം പറയുന്നുണ്ട്. അവൾ ഉപയോഗിക്കുന്ന വാക്ക് ട്രോമറ്റൈസ്ഡ് എന്നാണ്. വെച്ച് കഴിഞ്ഞാൽ വാദം പിടിച്ചെന്നല്ല എൻ്റെ അർത്ഥം. ട്രോമ ഇല്ല, ട്രോമ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫുള്ളായിട്ട് ബ്ലാങ്കായി പോകും. ചില ആൾക്കാരുടെ ട്രോമ ഹൈപ്പർ ടെൻഷൻ വന്നു കഴിയുമ്പോൾ കണ്ണ് കൃഷ്ണമണിയൊക്കെ കാണാതിരിക്കും. ചിലപ്പോൾ കൃഷ്ണമണി ഉണ്ടാകും, കാഴ്ച ബ്ലോക്കാവും. അത് നമ്മുടെ തലച്ചോറില്ലേ, തലച്ചോറ് ഹൈപ്പർ ടെൻഷൻ അടിക്കുമ്പോൾ തലച്ചോറിൽ നിന്ന് നമ്മളുടെ കോർണിയയിലേക്കുമുള്ള ഇതില്ലേ, നമ്മളുടെ ഞരമ്പില്ലേ, സൂക്ഷ്മമായ ഞരമ്പിലില്ലേ, അവിടെ ഒരിഷ്ടം ബ്ലോക്കായി പോകും. അപ്പോഴാണ് ഈ കണ്ണ് തുറന്നിരിക്കും, പക്ഷെ കാഴ്ച കാണത്തില്ല. ട്രോമയുടെ ഒരു ലക്ഷണമാണത്. ഞാനത് എൻ്റെ നോവലിന് വേണ്ടി പഠിച്ചതാണ്. ഞാൻ ആ ലാസ്റ്റ് ഗസ്റ്ററിന് നോവൽ എഴുതിയ കാലത്ത് അതിലൊരു കുട്ടി ട്രോമ വരുന്നുണ്ട്. അപ്പം അതിൻ്റെ മെഡിക്കൽ മേഖലകൾ പഠിച്ചതാണ്. അപ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം കണ്ടെത്തിയത്. നമ്മളിങ്ങനെ പഠിക്കും, പക്ഷേ നമുക്ക് ഒന്നും പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റത്തില്ല. പഠിക്കും, പക്ഷെ ഒന്നും പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റത്തില്ല.
ഫുൾ ബ്ലാങ്ക് എന്ന് പറയും. അപ്പോൾ അങ്ങനെ വന്ന് അവൾ പരീക്ഷ തോറ്റു. അപ്പോൾ അതൊക്കെ മനസ്സിലായില്ല, ഇത് കളിയല്ല, കാര്യമാണ്. മനസ്സിലായില്ല. ഏറ്റവും നല്ല റാങ്ക് വാങ്ങിച്ച് പഠിച്ച കൊച്ചാ അല്ല. പക്ഷേ പെട്ടെന്ന് ഹൈപ്പർ ടെൻഷൻ കയറി. ചിലപ്പോൾ കോമ്പറ്റീഷൻസ് വരുമ്പോഴേ, കോമ്പറ്റീഷൻസ് ഇല്ലേ, മറ്റു കുട്ടികളുമായിട്ട് കോമ്പറ്റീഷൻ, എനിക്കുള്ളത് അത് റാങ്ക് മേടിക്കാനും IAS റാങ്കിനും ഇങ്ങനെ കുറേ കോമ്പറ്റീഷൻ ഫീൽഡില്ലേ. ഇപ്പോൾ ഗവൺമെൻറ് ഈ കോമ്പറ്റീഷനും കുറച്ച് കൊണ്ടുവരുന്നുണ്ട്, ഷോക്ക് അബ്സോർബ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. കാര്യം കോമ്പറ്റീഷൻ ഫീൽഡിൽ നിന്ന് കുട്ടിക്കാലങ്ങളെ കോമ്പറ്റീഷൻ ഒഴിവാക്കണം. ശരിയാണെന്നൊന്നും നമുക്കറിയത്തില്ല. ഈ സായിപ്പന്മാർ കാണിക്കുന്നതെല്ലാം ഇങ്ങനെ അവരെന്ത് കാണിക്കുന്നു അത് നമ്മളിവിടെ കോപ്പി അടിക്കും. അതായത് അങ്ങനെയാണ് ചെയ്യണം. ഇപ്പം സായിപ്പന്മാരുടെ കൂടത്ത് ആ പിള്ളേർക്കൊന്നും ടെൻഷൻ ഇല്ലല്ലോ. കാര്യം വഴക്കൊന്നും പറയാം, അവർ വഴക്ക് പറഞ്ഞാൽ പോലും അവർക്ക് വേണേൽ പോലീസിൽ വിളിച്ച് പറയാം, ഡാഡിനെയും കൊണ്ട് പോലീസ് പോകും. അപ്പോൾ ഒരു ഡിസ്റ്റർബൻസ് ഇല്ലാതെ വെള്ളക്കാരുടെ കുഞ്ഞുങ്ങളിങ്ങനെ അമൂൽ കുഞ്ഞുങ്ങളെപ്പോലെ അങ്ങനെ വളരുകയാണ്. നാളെ കാലങ്ങളിൽ എന്ത് സംഭവിക്കും നമുക്കറിയത്തില്ല. ഈ സൈക്കോളജിസ്റ്റുകൾ ആണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കുന്നത്. ശരിക്കും സൈക്കോളജിസ്റ്റുകൾ തിയററ്റിക്കലായിട്ട് ഈ വിഷയങ്ങൾ കാണുന്നത് കൊണ്ടുണ്ടാകുന്ന ചില പ്രശ്നങ്ങളാണ്. അടി കൊടുത്ത് വളർത്തേണ്ട പട്ടി കൃത്യമായിട്ട് അടി കൊടുത്തു കഴിഞ്ഞാൽ ബൈബിൾ പറയുന്നുണ്ട്. എന്താണ് വിശുദ്ധ ഗ്രന്ഥം പറഞ്ഞത്? എന്താണ്? പ്രഭാഷകൻ 30:8 മെരിക്കാത്ത കുതിര ദുശാഠ്യം കാണിക്കും. ശിക്ഷണം ലഭിക്കാത്ത പുത്രനായാലും പുത്രിയായാലും തന്നിഷ്ടക്കാരനാകും. അവരാരും കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നാളെ ഇവരുടെ ഫെഡറൽ റിപ്പോർട്ടല്ലേ, ഫെഡറലിസ്റ്റ് ഇവരെങ്ങനെ വെച്ചാൽ ഈ ബൈബിളൊക്കെ മാറ്റി വെച്ചല്ലേ, യൂറോപ്യൻസ് അങ്ങനെ ഒരു റാഷണലിസം കയറിയിട്ട് ബൈബിൾ മാറ്റി വെച്ച് ദൈവം അവിടെ നാട്ടിൽ നിന്ന് പോകുന്നു. ഇപ്പം നമ്മൾ ചെല്ലുകയാണെങ്കിൽ ഭയങ്കര സങ്കടം വരും കേട്ടോ. നമ്മൾ കണ്ട സ്വപ്ന ഭൂമികളൊക്കെ ഇല്ലേ, അത് ഞാൻ എല്ലാ രാജ്യത്തിൻ്റെ പേരൊന്നും ഞാൻ പറയണില്ല, അത് ശരിയാകത്തില്ല. പലയിടത്തും നാഷണൽ ഹൈവേ നന്നാക്കിയിട്ടില്ല. സാമ്പത്തികമായി ശരിക്കും ഒരു പാപ്പരടിച്ച രാജ്യത്ത് ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന പ്രകൃതിയാണ് നമ്മൾ കാണുന്നത്. പണ്ട് എന്ത് സ്മാർട്ടായിട്ട് കിടന്ന രാജ്യങ്ങളാണിത്. ഇവർ ദൈവത്തെ മാറ്റി നിർത്തി ഓരോരോ കാര്യം പറയുന്നതനുസരിച്ചിട്ട് ആ പ്രൊട്ടക്ഷൻ പോകത്തില്ലേ, ദൈവത്തിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ പോകും. നിങ്ങൾക്കറിയാമല്ലോ, പല കാര്യങ്ങളും പ്രൊട്ടക്ഷനാണ് നിൽക്കുന്നത്. നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഭൂമി കുലുങ്ങിയാൽ നമ്മൾ എന്ത് ചെയ്യും? മാറി താമസിക്കാൻ പറ്റുമായിരിക്കും ചില സമയത്ത്. നമുക്ക് ഒരു നേരത്തെ അറിവ് കിട്ടിയാൽ മാറി താമസിക്കാൻ പറ്റും. പക്ഷേ ഈ അറിവ് കിട്ടാത്ത രാജ്യങ്ങളിലും ആൾക്കാർ എന്തുമാത്രം മരിക്കുന്നു, അത് ഓർക്കുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാണ്, ഒരു നിരാലംബര. അവിടെ ദൈവത്തിന് മാത്രമേ ഇതൊന്നും ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മുടെ ജീവിതത്തിലെ ഭൂമി വിലക്കുവാനും അങ്ങനെയാണ്. അപ്പം അമ്മ ഇവിടെ കയറി വന്നപ്പോൾ തന്നെ അമ്മ പറഞ്ഞു ദുരന്തം ഉണ്ടാകാൻ പോലും കേട്ടോ, പ്രാർത്ഥിക്കണമെന്ന്. അവരെന്ത് ചെയ്തു? അവർ ടൈറ്റപ്പ് ചെയ്ത് പ്രാർത്ഥിച്ചു. കുഞ്ഞിന് ഈ ബ്ലാങ്ക് വന്നപ്പോഴേ രോമിക്കയ്ക്ക് ഈ ബ്ലാങ്ക് വന്നല്ലേ, അവർ കുലുങ്ങിയില്ല. കാര്യം എന്താ? അമ്മ കൃപാസനത്തിൽ പറഞ്ഞായിരുന്നു, അതെന്താ സീസൺ മാറാൻ പോകുന്നുണ്ടോ, സീസൺ മാറാൻ പോകുന്നു. അപ്പോൾ റോമിയുടെ അമ്മ പറഞ്ഞ്, റോമിയെ ഇനി നീ ഉടമ്പടി എടുക്കണമെന്ന് പറഞ്ഞു. അമ്മ അത് ആഗ്രഹിക്കുന്നുണ്ട്. നീ ഇപ്പം ഞാനും അപ്പായും ഉടമ്പടിയിലാണ്, നീയും കൂടി ഉടമ്പടി എടുക്കണം. അപ്പോൾ റോമി അത് അനുസരിച്ചു. അതാണ് അവളുടെ വിജയം എന്ന് പറഞ്ഞത്. അവളനുസരിച്ച് അവളൊന്ന് ഉടമ്പടി എടുത്തിട്ട് നമ്മൾ ഉടമ്പടി തൈലം നെറ്റിക്ക് തേച്ച് വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ അവളുടെ എല്ലാ രോഗവും മാറി. അവൾ ഓക്കെ ആയതല്ല, അവളുടെ പിന്നീടുത്ത പരീക്ഷയ്ക്കൊക്കെ 84% വരെ മാർക്ക് കിട്ടി. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ.